എയിം സ്റ്റഡി സെന്റർ പാലക്കാടിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോബബിലിറ്റിയും അതുപോലെ കണ്ടീഷൻ പ്രോബബിലിറ്റിയും റാൻഡം വേരിയബിൾ അതായത് റാൻഡം എക്സ്പെരിമെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. നോക്കൂ, എന്താണ് റാൻഡം വേരിയബിൾസ്? റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് അനിയത ചരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ എന്താണെന്നുള്ളത്, സാമ്പിൾ തലത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള രേഖീയ സംഖ്യകൾ വിലകളായി സ്വീകരിക്കുന്ന ഏകതമാണ് റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ അനിയത ചരം എന്ന് പറയുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ്, രേഖീയ സംഖ്യകൾ വിലകളായി സ്വീകരിക്കുന്ന ഏകതമാണ്. അപ്പോൾ റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാമ്പിൾ തലത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള രേഖീയ സംഖ്യകൾ വിലകളായി സ്വീകരിക്കുന്ന ഏകതത്തിനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനിയത ചരങ്ങളുടെ വ്യത്യസ്ത വിലകൾക്ക് വ്യത്യസ്ത സംഭാവ്യതകൾ നൽകാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കിട്ടും? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെഡ്, ടെയിൽ എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ നമ്മളുടെ എന്താണ് റാൻഡം വേരിയബിൾ ആയിട്ട് ഹെഡ് ആണ് സെലക്ട് എന്ന് വിചാരിക്കും. അപ്പൊ ഹെഡിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സാമ്പിൾ സ്പേസിലെ ബിന്ദുക്കൾ ആരൊക്കെയാണ്? അതായത് ഹെഡും ടെയിലും ആയിരിക്കും. അപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും അത്? ഇപ്പൊ സാമ്പിൾ ബിന്ദുക്കൾ അതായത് ഹെഡ് ഉണ്ടായിരിക്കും, അതുപോലെ ടെയിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ സമയത്ത് എക്സ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് എടുക്കുന്ന സമയത്ത് ഹെഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, തലയാണ് നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. ഈ കേസ് എന്തായിരിക്കും? ഒരൊറ്റ ഹെഡ് പോലും വരാത്തോണ്ട് 0. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാൻഡം വേരിയബിൾസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. നോക്കൂ, ഒരു അനിയത ഫല പരീക്ഷണത്തിന്റെ ഫലത്തിനനുസരിച്ച് ചരത്തിന്റെ വിലകൾ നിർണയിക്കപ്പെടുമ്പോൾ ആ ചരത്തെ അനിയത ചരം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അനിയത ഫല പരീക്ഷണത്തിന്റെ ഫലത്തിനനുസരിച്ച് ചരത്തിന്റെ വിലകൾ നിർണയിക്കപ്പെടുമ്പോൾ ആ ചരത്തെ നമ്മൾ പറഞ്ഞ പേരാണ് അനിയത ചരം എന്ന് പറയുന്നു. ഓർത്തു വെക്കണം, അനിയത ചരം എന്ത് മാത്രമേ സ്വീകരിക്കുള്ളൂ? രേഖീയ സംഖ്യകൾ മാത്രം. നോട്ട് ചെയ്ത് വെക്കണേ, മുമ്പ് ഒരു PSC ചോദ്യമാണ് എന്താ, രേഖീയ സംഖ്യകൾ മാത്രം വിലകളായി സ്വീകരിക്കുന്ന സാമ്പിൾ തലത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏകതമാണ്. ചോദ്യമായിരുന്നു, രേഖീയ സംഖ്യകൾ മാത്രം വിലകളായി സ്വീകരിക്കുന്ന സാമ്പിൾ തലത്തിൽ നിർവചിക്കപ്പെട്ടുള്ള ഒരു ഏകതം. താഴെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അവിടെ നിങ്ങൾ എടുക്കേണ്ടതാണ് അനിയത ചരം. ഓക്കെ, അനിയത ചരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പൊ നമ്മള് അനിയത ചരങ്ങൾക്ക് പേര് നൽകുന്ന എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അനിയത ചരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ വ്യക്തിയുടെ ഉയരം, ഒരു ടെലിഫോൺ മേൽവിലാസ പട്ടികയിലെ തെറ്റുകളുടെ എണ്ണം, താപനില, കുട്ടികളുടെ പരീക്ഷയുടെ സ്കോറുകൾ തുടങ്ങിയൊക്കെ എന്തിനു ഉദാഹരണമാണ്? റാൻഡം വേരിയബിൾസിന് എക്സാമ്പിൾ ആണ്. 2 തരത്തിലുണ്ട് റാൻഡം വേരിയബിൾസ്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും മറ്റൊന്ന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും. അപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് വേറിട്ട അനിയത ചരം അല്ലെ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ HSK ഒരു ചോദ്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തേതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, തുടർ അനിയത ചരം. അപ്പൊ റാൻഡം വേരിയബിൾസ് 2 തരത്തിലാണുള്ളത്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നറിയപ്പെടുന്ന വേറിട്ട അനിയത ചരവും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ തുടർ അനിയത ചരം എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. അതില് വേറിട്ട അനിയത ചരം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം, ഇതായിരുന്നു കഴിഞ്ഞ HSKയിലെ ചോദ്യം ഉണ്ടായിരുന്നത്. ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചിട്ടായിരുന്നു. അവിടെ തുടർ ചരം ഉണ്ടായിരുന്നു, തുടർ അനിയത ചരം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറിട്ട അനിയത ചരം ഉണ്ടായിരുന്നു, സാമ്പിൾ തലം എന്നുണ്ടായിരുന്നു. അങ്ങനെ 4 ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഓർത്തു വെക്കുക, ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആർക്ക് ഉദാഹരണമാണ്? വേറിട്ട അനിയത ചരത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഒരു മാസം, ഒരു കേന്ദ്രത്തിൽ ലഭിക്കുന്ന ഫോൺ വിളികളുടെ എണ്ണം തുടങ്ങിയ വേറിട്ട അനിയത ചരങ്ങൾ ഉദാഹരണമാണ്. അപ്പൊ ഈ 2 കാര്യം ഓർത്തു വെക്കുക. 2 എക്സാമ്പിൾ തന്നിരിക്കുക. അതായത് ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം, ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് നമ്പർ, ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക.
എന്നാൽ ഒരു മാസം ഒരു കേന്ദ്രത്തിൽ ലഭിക്കുന്ന ഫോൺ വിളികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ എണ്ണം കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടും. എത്ര വലിയ സംഖ്യ ആയാലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൗണ്ടബിളി ഇൻഫിനിറ്റ്. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് സിറ്റുവേഷൻ എന്ന് പറയണ്ടായി. ആദ്യത്തെ സന്ദർഭത്തിൽ അനിയത ചരത്തിന്റെ സാധ്യതാ വിലകൾ എണ്ണിത്തിട്ടപ്പെടുത്താവുന്നതാണ്. വളരെ കറക്റ്റ് എണ്ണമായിരിക്കും, ഒരു കുറച്ചെണ്ണം അവിടെ ഉണ്ടായിരിക്കും. കുട്ടികളുടെ എണ്ണം ഒക്കെയല്ലേ പറയുന്നത്, അല്ലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും, ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. എന്നാൽ ഫോൺ വിളികളുടെ എണ്ണം, ഒരു സ്ഥലത്ത് വരുന്ന ഫോൺ വിളികളുടെ എണ്ണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും. പക്ഷെ അതിന് എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? രണ്ടാമത്തെ സന്ദർഭത്തിൽ സാധ്യതാ വിലകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കത്തക്ക വിധം അനന്തമാണ്. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഇൻഫിനിറ്റിന് കൗണ്ടബിളി ഇൻഫിനിറ്റ്. എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പേരാണ് കൗണ്ടബിളി ഇൻഫിനിറ്റ്. ഈ രണ്ട് അവസരങ്ങളെ അനിയത ചരങ്ങളെ വേറിട്ട അനിയത ചരം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഫൈനൈറ്റ് വേറിട്ട അനിയത ചരങ്ങൾ ഒരു നിശ്ചിത എണ്ണം, അതായത് ഫൈനൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഇൻഫൈനൈറ്റ്, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, ആ രണ്ട് സിറ്റുവേഷനും ഓർത്തു വെച്ചേക്കണം. അടുത്തത് എക്സ് കൊമ വൈ എന്നിവ ഏതെങ്കിലും രണ്ട് അനിയത ചരങ്ങളും എ കൊമ ബി ആയ രണ്ട് സ്ഥിരസംഖ്യകൾ കോൺസ്റ്റൻസുമായാൽ എക്സ് പ്ലസ് എ എന്ന് പറയുന്നതും എ എക്സ് കൊമ എക്സ് പ്ലസ് വൈ എന്നുള്ളതും അതുപോലെ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നതും 1/x എന്ന് പറയുന്നതും എക്സ് മൈനസ് വൈ എന്ന രീതിയിൽ എഴുതുന്നതും എ എക്സ് പ്ലസ് ബി വൈ എന്ന് എഴുതുന്നതും ഇങ്ങനെ ഈ എഴുതിയ ഏത് രൂപത്തിൽ എഴുതിയതും എന്തിന് ഉദാഹരണങ്ങളാണ്? അനിയത ചരങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ എക്സ് കൊമ വൈ എന്ന് പറയുന്ന രണ്ട് അനിയത ചരങ്ങളാണ് എങ്കിൽ അത് എ ബി എന്ന വാല്യൂസ് കോൺസ്റ്റന്റ് എടുക്കുന്നൊന്നും നിർബന്ധമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. അതിനെടുത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന എക്സ് പ്ലസ് എ എക്സ്, എക്സ് പ്ലസ് വൈ, എക്സ് ഇൻറ്റു വൈ, 1/x, എക്സ് മൈനസ് വൈ, എ എക്സ് പ്ലസ് ബി വൈ, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? അനിയത ചരങ്ങൾ, റാൻഡം വേരിയബിൾസിന് ഉദാഹരണമാണ്. നോക്കൂ, ഒരു എക്സാമ്പിൾ. ഒരു നാണയം എറിയുന്നു. എക്സ് എന്നത് ലഭിക്കുന്ന തലകളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സാമ്പിൾ ബിന്ദുക്കൾ. ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് സാമ്പിൾ സ്പേസിൽ രണ്ടേ രണ്ട് എലമെന്റ്സ് ഉണ്ടായിരിക്കും, എച്ച് ഉണ്ടായിരിക്കും, ടിയും ഉണ്ടായിരിക്കും, അല്ലെ? ഹെഡ്, ടെയിൽ. അപ്പൊ ഇവിടെ എക്സ് എന്നത് ലഭിക്കുന്ന തലകളുടെ എണ്ണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ആദ്യം കോയിൻ ടോസ് ചെയ്യുന്നു, കിട്ടുന്ന ടെയിൽ ആണ് എങ്കിൽ അവിടെ എന്തായിരിക്കും? ഹെഡുകളുടെ എണ്ണം 0. അവിടെ കൊടുക്കേണ്ട റാൻഡം വേരിയബിൾ എന്താണ്? 0. ഇനി രണ്ടാമത് നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡാണ് കിട്ടിയെങ്കിൽ നമുക്ക് വേണ്ടത് ആരെയാണ്? ഹെഡാണ് കിട്ടേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഹെഡിന്റെ എണ്ണം അതൊന്ന്. ഓക്കെ, ഇതേ സിറ്റുവേഷൻ നമുക്ക് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ടെയിൽ ആണെങ്കിലോ, അപ്പൊ ഇതേ സാധനം മാറി എഴുതും. നമ്മള് ടെയിൽ ആയിരുന്നു വേണ്ടിയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ടെയില് ഹെഡ്, സാമ്പിൾ പോയിന്റ്, റാൻഡം വേരിയബിൾ. ഇപ്പൊ ടെയിലാണ് നമ്മൾ എടുക്കുന്നത്, അതാണ് വാലുകൾ എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന വാലുകളുടെ എണ്ണം, അല്ല ടെയിലാണ് നമ്പർ ഓഫ് ടെയിൽസ് ആണ് എങ്കിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, അതുപോലെ ഇവിടെ 0. ഹെഡ് കിട്ടിയാൽ 0. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാൻഡം വേരിയബിൾസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. നോക്കൂ, ഒരു നാണയം 2 തവണ എറിയുന്നു. അപ്പൊ ഒരു നാണയം 2 തവണ എറിയുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ സാമ്പിൾ സ്പേസ് ഏതാണ്? എസ് ഈക്വൽ ടു ഹെഡ് 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 ടെയില് ടെയില് ഹെഡ് ടെയില് ടെയില്, ഇങ്ങനെ വരും, അല്ലേ? അപ്പൊ ഇവിടെ നമ്മള് ബോക്സ് ആക്കി എഴുതുകയാണെങ്കിൽ സാമ്പിൾ പോയിന്റ്സ്, നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഹെഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ നോക്കൂ, ടി ടി എന്ന് പറയുന്ന ഒരു സാമ്പിൾ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ഹെഡുകൾ ഉണ്ട്? ഒരൊറ്റ ഹെഡ് പോലും അവിടെ വന്നിട്ടില്ല, 0. രണ്ടാമത്തെ നമ്മള് ടി എച്ച് എടുക്കാം. ടി എച്ച് എടുക്കുന്ന സമയത്ത് അതിൽ ഹെഡുകളുടെ എണ്ണം എത്രയാണ്? 1. കണ്ടോ? ഇനി അടുത്തത് എച്ച് ടി എന്നാണ് എടുക്കുന്നതെങ്കിലോ,
ഇവിടെ എത്ര ഹെഡുകൾ വരുന്നുണ്ട്? 1. അടുത്തത് എച്ച് എച്ച് എന്നെടുക്കാം. എത്ര ഹെഡുകൾ വരുന്നുണ്ട്? കണ്ടോ? ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? റാൻഡം വേരിയബിൾസ് എഴുതിയിരുന്നത്. അടുത്ത നോക്കൂ, സംഭവ്യത ഘനത്വ ഏകത്വം, അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, PMF എന്ന് പറയും. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പൊ എങ്ങനെ എഴുതാ? x1, x2, x3, x4 എക്സെട്ര അപ് ടു xn എന്നീ വ്യത്യസ്ത വിലകൾ സ്വീകരിക്കുന്ന ഒരു വേറിട്ട അനിയത ചരമാണ് x. അവയുടെ സംഭവ്യതകൾ യഥാക്രമം P of x1, P of x2, P of x3, P of x4 എക്സെട്ര അപ് ടു P of xn ആണ് എങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഇതൊരു ബോക്സ് ആക്കി എഴുതുകയാണെങ്കിൽ x P of x അല്ലേ? അപ്പൊ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? x1, ഇവിടെ P of x1, x2 P of x2, x3 P of x3 എക്സെട്ര അപ് ടു xn P of xn. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കൂ, അങ്ങനെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ? P of xന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. P of xന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഒന്നുകിൽ 0-ഓ 0-നേക്കാൾ കൂടുതലോ ആയ സംഖ്യ വരണം. നിർബന്ധമുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് എന്തായിരിക്കും? ഓരോ സംഭവ്യതയും ഒരു നെഗറ്റീവ് അല്ലാത്ത സംഖ്യയാണ്. അത് പോസിറ്റീവോ 0-യോ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന P of x1, P of x2, P of x3 എക്സെട്ര അപ് ടു P of xn, P of x1, P of x2, P of x3 എക്സെട്ര അപ് ടു P of xn എന്ന് പറയുന്ന എന്താ അനിയത ചരം എക്സിന്റെ സംഭവ്യതകൾ അതെന്തായിരിക്കണം? അവയുടെ തുക നമ്മൾ കാണുന്ന സമയത്ത് ഉത്തരം 1 ആയിരിക്കണം. ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 1 ആയിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ P of x ഈക്വൽ ടു 1. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. PMFന്റെ രണ്ട് കണ്ടീഷനുകൾ ഏതൊക്കെയാണ്? ഒന്ന്, P of xന്റെ വാല്യൂസ്, അതായത് സംഭവ്യതകൾ നിർബന്ധമായിട്ടും 0-ഓ 0-നേക്കാൾ കൂടുതലോ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? P of xന്റെ തുക, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന സംഭവ്യതകളുടെ തുക എന്ന് പറയുന്നത് P of x1 plus P of x2 plus P of x3 plus എക്സെട്ര അപ് ടു P of xn എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഓക്കെ, ഇനി നോക്കൂ, എക്സിന്റെ വിലകളുടെയും അവയുടെ സംഭവ്യതകളുടെയും ക്രമീകരണത്തെയും അനിയത ചരത്തിന്റെ സംഭവ്യതാ വിതരണം. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ? പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. റെഡി? എന്താണ് സംഭവ്യത വിതരണം? ആരുടെ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ. അപ്പൊ എക്സിന്റെ വിലകളുടെയും അവയുടെ സംഭവ്യതകളുടെയും ക്രമീകരണത്തെയും അനിയത ചരത്തിന്റെ സംഭവ്യതാ വിതരണം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ എഴുതിയ ടേബിൾ ആണ്. ഓക്കെ, ഇതിന്റെ തുക എത്രയാണ്? ഇത് വരെ എല്ലാരും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. എപ്പോഴെങ്കിലും അത് തെറ്റുന്നുണ്ട് എങ്കിൽ അതെന്താവില്ല? PMF ആവില്ല. ഇനി നോക്കൂ, ഒരു വേറിട്ട അനിയത ചരത്തിന്റെ സംഭവ്യത ഏകതം നമ്മൾ എഴുതാ P of x ഈക്വൽ ടു x എന്നാണ്. ഇതാ ഈ ഒരു ഫോമിൽ നമ്മൾ ജനറൽ ആയിട്ട് എഴുതി വെക്കും. P of x equal to x, that's equal to generally we get as P of x. പിന്നെ അതിന്റെ ഗ്രാഫാണ്. ഇവിടെ x ആക്സിസ്, y ആക്സിസ്. അപ്പൊ നമ്മൾ x ആക്സിന് മുകളിൽ എന്ത് ചെയ്യും? നമ്മൾ റാൻഡം വേരിയബിൾസിന് x1, x2, x3 റെപ്രസെന്റ് ചെയ്ത് വെക്കും. അതുപോലെ y ആക്സിന് മുകളിലോ അതിന്റെ പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ x എന്ന് പറയുമ്പോൾ P1, ഇവിടെ P2. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട് P1, P2, P3, P4 എന്ന രീതിയിൽ. അതായത് ഇതിന്റെ x1ന്റെ പ്രോബബിലിറ്റി, x2ന്റെ പ്രോബബിലിറ്റി, x3യുടെ പ്രോബബിലിറ്റി എന്ന രീതിയിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ, എന്താ പറയാ, പടികൾ പോലെയാണ് അവിടെ ഉണ്ടായിരിക്കുക. അടുത്ത് PMFന്റെ സവിശേഷതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്.
നോക്കൂ, ഇത് നമ്മൾ പറഞ്ഞു എന്തായിരിക്കണം, പി ഓഫ് എക്സിന്റെ വാല്യൂ പൂജ്യമോ പൂജ്യത്തിനേക്കാൾ കൂടുതലോ ആയിരിക്കണം എന്ന രീതി ഏതാണ്, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സിന്റെ എല്ലാ വിലകൾക്കും അത് നിർബന്ധമാണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, സിഗ്മ പി ഓഫ് എക്സ് ഐ, സിഗ്മ പി ഓഫ് എക്സ് ഐ ഈക്വൽ ടു 1. അതായത് നമ്മൾ കിട്ടുന്ന പ്രോബബിലിറ്റികളുടെ തുക എത്രയായിരിക്കണം, 1 ആയിരിക്കണം. അവയുടെ എല്ലാം തുക എടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ എത്രയാണ്, 1 വരണം. പിന്നെ നമ്മൾ പറയേണ്ട പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്ന് പറയുന്ന സമയത്ത് എല്ലാ സമയങ്ങളും നമുക്ക് ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. റേഞ്ച് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഈ എക്കും സിക്കും ഇടയിലുള്ള ഒരു ബിന്ദു ബി എ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്നുള്ളത് എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം, പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എ മുതൽ ബി, എയിൽ തൊട്ടടുത്ത സംഖ്യ, അതായത് എ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഓപ്പൺ ഇന്റർവൽ ആക്കി ചെയ്താൽ എ, ഇതിനർത്ഥം എയുടെ തൊട്ടടുത്ത സംഖ്യ മുതൽ, എയുടെ തൊട്ടടുത്ത സംഖ്യ മുതൽ ഏതുവരെ കൊണ്ടുപോകുന്നു, ബിയിൽ എത്തിക്കുന്നു നമ്മൾ അല്ലെ, അതുവരെയുള്ളതും. അതുപോലെ ബി, പ്രോബബിലിറ്റി ഓഫ് ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്നാണ്. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് എന്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ചോദ്യത്തിനനുസരിച്ച്. അപ്പൊ ഇവിടെ വേണ്ടെന്താ ചെയ്യുകയാണ്, ഈ എക്കും സിക്കും ഇടയിലുള്ള ബിന്ദു ആയിരിക്കണം ആരെന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത്. ബി എന്ന വില എയുടെയും സിയുടെയും ഇടയിലാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത പ്രോപ്പർട്ടിയാണ് എന്താ, പി ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തേക്കാം പി ഓഫ് എക്സ് വൺ പ്ലസ് പി ഓഫ് എക്സ് ടു എന്നുള്ളത്. ഇതെല്ലാം പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ സവിശേഷതകളാണ്. നോക്കൂ, ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ, താഴെ പറയുന്ന വിതരണം ഒരു സംഭവ്യതാ വിതരണം ആണോ എന്ന് പരിശോധിക്കുക. സംഭവ്യതാ വിതരണം ആണോ എന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന പി ഓഫ് എക്സിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആ പി ഓഫ് എക്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം നോക്കേണ്ടത് ഇതിന്റെ എല്ലാം വാല്യൂ, പി ഓഫ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്നാണ് നോക്കേണ്ടത്. ഓരോ വിലയും പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസോ ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് എന്ത് പറയാം, ഇതെന്തല്ല, സംഭവ്യത വിതരണം അല്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ചോദ്യം നോക്കൂ നിങ്ങൾ, എക്സ് 3, അതിന്റെ പി ഓഫ് എക്സ് എത്രയാണ്, 4/13 പോസിറ്റീവ് ആണ്, ഇത് ഓക്കെ ആണ്. രണ്ടാമത്തതോ എക്സ് 7 ആണ്, പി ഓഫ് എക്സ് 2/13 പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ പി ഓഫ് എക്സ് എല്ലായിടത്തും എന്താണ്, പൂജ്യത്തിനേക്കാൾ കൂടുതലായതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, സിഗ്മ പി ഓഫ് എക്സ് ഐ, സിഗ്മ പി ഓഫ് എക്സ് ഐയുടെ വാല്യൂ എത്രയായിരിക്കണം, 1 ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. 4/13, ഈ നോക്കൂ 13 തന്നെയാണ്. അതായത് തന്നിരിക്കുന്ന എല്ലാ പ്രോബബിലിറ്റിയുടെയും വാല്യൂസ് ഡിനോമിനേറ്ററിൽ 13 തന്നെയാണ്. ഇറ്റ്സ് എ ലൈക്ക് ഫ്രാക്ഷൻ. So 4/13 plus 2/13 plus 3/13 plus 1/13 plus 3/13. 4 plus 2 6, 6 plus 3 9 plus 1 10, 10 plus 3 13. So answer is 13/13. 13/13 equal to 1. ഇപ്പൊ രണ്ട് കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്തു. എന്താണ്, ഒന്ന് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള സം എത്രയാണ്, സിഗ്മ പി ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് 1 എന്നും കിട്ടി. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ഈ തന്നിരിക്കുന്ന വിതരണം എന്ത് വിതരണമാണ്, സംഭവ്യത വിതരണമാണ്. അടുത്ത നോക്കൂ, കൺക്ലൂഷൻ ആണ് അതിന്റെ. ഇവിടെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു 0 എല്ലാ എക്സ് വിലകൾക്കും, അതുപോലെ സിഗ്മ പി ഓഫ് എക്സയുടെ വാല്യൂ 1 ആയതുകൊണ്ട് എന്താണ്, തന്നിരിക്കുന്ന വിതരണം ഒരു സംഭവ്യത വിതരണമാണ്. അടുത്തത് ഒരു ചോദ്യം നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നത് ഒരു വേറിട്ട അനിത ചരത്തിന്റെ സംഭവ്യത വിതരണമാണോ, സംഭവ വിതരണമാണ് എന്നല്ല തന്നിരിക്കുന്നത്, സംഭവ്യത വിതരണമാണോ എന്ന് പരിശോധിക്കുക എന്നാണ്. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, ആദ്യം നോക്കും, നമ്മൾ തന്നിരിക്കുന്ന ഓരോ വിലകളും നമ്മൾ നോക്കണം. എല്ലാം എന്താണ്, പൂജ്യത്തിനേക്കാൾ കൂടുതലാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക അല്ലേ. 1/12, 5/12, 1/12, 4/12, 3/12 എല്ലാ വിലകളും പൂജ്യത്തിനേക്കാൾ കൂടുതലാണ്. അതിനർത്ഥം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, 1/12 plus 5/12 എത്രയാണ്, 6/12. 6 plus 1 7, 7 plus 4
11 plus 3, 14. That is sigma p of x. That's equal to 14/12. നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിച്ച കാര്യമാണല്ലേ. അതായത് എപ്പോഴെങ്കിലും നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞ 1 ആയിരിക്കും. ആ കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഫ്രാക്ഷൻ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബബിലിറ്റിന്റെ കേസിൽ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? പി ഓഫ് എക്സിന്റെ വാല്യൂ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിനർത്ഥം അതിന്റെ വില 1 കൂടുതലാണ് അല്ലേ. ഇപ്പൊ എന്ത് പറയാം? സിഗ്മ പി ഓഫ് എക്സ് ഐ നോട്ട് ഈക്വൽ ടു 1. നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്തായി മാറി? തന്നിരിക്കുന്ന വിതരണം എന്തല്ല? ഒരു സംഭവ്യത വിതരണമല്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിലിയർ ആയാൽ. റെഡിയാണോ? അപ്പൊ കൺക്ലൂഡ് ചെയ്ത് നോക്കൂ. പി ഓഫ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്തു. എന്നാൽ പി ഓഫ് എക്സിന്റെ വാല്യൂ 14/12 നോട്ട് ഈക്വൽ ടു 1 ആയതുകൊണ്ട് സംഭവ്യത വിതരണം അല്ല. അടുത്ത സഞ്ചിത വിതരണ ഏകത, അതായത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF. PMF എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇവിടെ ഒരു അനിയത ചരത്തിന്റെ പ്രത്യേക വില വരെയുള്ള സംഭവ്യതയാണ് സഞ്ചിത വിതരണ ഏകതം എന്ന് പറയുന്നത്. ഒരു അനിയത ചരത്തിന്റെ പ്രത്യേക വില വരെയുള്ള സംഭവ്യതയാണ് സഞ്ചിത വിതരണ ഏകതം എന്ന് പറയുന്നത്. ഒരു വേറിട്ട അനിയത ചരത്തിന്റെ സഞ്ചിത വിതരണ ഏകതം ക്യാപിറ്റൽ F ഓഫ് എക്സ് നിർവചിക്കുന്നത് നോക്കൂ നിങ്ങൾ. F ഓഫ് എക്സ് ഈക്വൽ ടു P ഓഫ് x less than or equal to capital X less, that is random variable, less than or equal to small x, that's equal to sigma minus infinity to x. Sigma minus infinity to x P of x എന്നാണ്. അതായത് CDF ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് P ഓഫ് എക്സ് എന്നാണ്. അപ്പോ ഇതിനെ വിതരണ ഏകതം, അതായത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ തന്നെയാണ് എന്തെന്നും പറയുന്നത്? വിതരണ ഏകതം എന്നും പറയുന്നത്. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം കൂടി പറഞ്ഞിട്ട് എന്താണ്? ഇത് ഒരു അനിയത ചരത്തിന്റെ സഞ്ചിത സംഭവ്യത നൽകുന്നത് കൊണ്ടാണ്, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി തരുന്നത് കൊണ്ടാണ് അതിനെന്തെന്ന് വിളിച്ചിരിക്കുന്നത്? വിതരണ ഏകതം എന്ന് വിളിക്കുന്നത്. അപ്പൊ CDFനെ തന്നെ വിളിക്കുന്ന പേരാണത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, സഞ്ചിത വിതരണ ഏകതം. ഇനി അതിന്റെ സവിശേഷതകളാണ്. സഞ്ചിത വിതരണ ഏകത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞിരിക്കുന്നത് CDFന്റെ പ്രോപ്പർട്ടീസ്. ഒന്നെന്താണ്? F ഓഫ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. പിന്നെന്താണ്? F ഓഫ് എക്സിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നില്ല. മൂന്നാമത്തതോ, അതായത് F ഓഫ് എക്സിന് വലതുഭാഗത്തേക്ക് തുടർച്ച ഉണ്ടാകും. ദെൻ F ഓഫ് മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0യും F ഓഫ് പോസിറ്റീവ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. P ഓഫ് A less than x less than or equal to B എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? F ഓഫ് B മൈനസ് F ഓഫ് A എന്ന് എഴുതാം. ദെൻ F ഓഫ് എക്സിന്റെ ഗ്രാഫ് പടികളുടെ രൂപത്തിലാണ്. ഇനി നോക്കൂ ഒരു ചോദ്യം. 3 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ സംഭവ്യത വിതരണം കാണുക. 3 കുട്ടികളുള്ള ഒരു കുടുംബത്തിലെ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ സംഭവ്യത വിതരണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 3 കുട്ടികളാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 3 അംഗങ്ങളുള്ള 3 കുട്ടികളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. ഒന്നുകിൽ 3 ആൺകുട്ടികളാകാം, അല്ലെങ്കിലോ 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും വരാം. ഇതല്ലെങ്കിൽ 1 ആൺകുട്ടിയും 2 പെൺകുട്ടിയും വരാം. ഇതുമല്ലെങ്കിലോ 3 പെൺകുട്ടികൾ വരാം. ഇങ്ങനെ 4 ചാൻസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യത്തിന് എത്ര ചാൻസ് വരുന്നുണ്ട്? 3 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ സംഭവ്യത വിതരണം കാണുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ
ഇതിന്റെ സാമ്പിൾ സ്പേസിൽ ഇങ്ങനെ 4 ചാൻസ് അവിടെ ഉണ്ടായിരിക്കും. ഒന്നുകിൽ അത് 3 ആൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ വരാം, 3 പെൺകുട്ടികൾ വരാം. ഇതല്ലെങ്കിൽ 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും വരാം, അല്ലെങ്കിൽ 1 ആൺകുട്ടിയും 2 പെൺകുട്ടിയും അവിടെ വരാം. റെഡി? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ആൺകുട്ടികളാണെന്ന് വിചാരിക്കൂ. അപ്പൊ എങ്ങനെ വരും, 3 ആൺകുട്ടികൾ. നമ്മളപ്പോ എങ്ങനെ എഴുതും അത്? ഇവിടെ എത്ര കേസ് ഉണ്ടായിരിക്കും? ആകെ എത്ര എണ്ണം ഇവിടെ ഉണ്ടായിരിക്കും? അതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് നോക്കൂ എങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ആദ്യം നമുക്ക് 3 ആൺകുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് ഒരു കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന്റെ സാധ്യത എത്രയായിരിക്കും? 1/2 ആയിരിക്കും. ഒരു കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് പറയുമ്പോൾ അവിടെ 1/2 ആയിരിക്കും. അപ്പൊ 3 ആൺകുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 3 പേരും ആൺകുട്ടികൾ അല്ലെ? അപ്പൊ അതിന്റെ സാധ്യത എന്ന് പറഞ്ഞത് 1/2 ഗുണിക്കണം 1/2 ഗുണിക്കണം 1/2. അതായത് ഒരു കുട്ടി ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 ആണ്. അവിടെ ഒന്നെങ്കിൽ കുട്ടി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം. അതിനുള്ള സാധ്യത 1/2. അപ്പൊ 3 ആൺകുട്ടി എന്ന് പറയുമ്പോൾ 1/2 into 1/2 into 1/2 that's equal to 1/8. രണ്ടാമത്തതോ? രണ്ടാമത് എങ്ങനെ എഴുതാം? രണ്ടാമത് നമ്മൾ പറഞ്ഞ സമയത്ത് 2 ആൺകുട്ടി 2 ആൺകുട്ടികൾ എങ്ങനെ വരും? പി ഓഫ് ബി ബി ജി അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാ? പി ഓഫ് ബി ബി ജി എന്ന് എഴുതുന്ന സമയത്ത് അതായത് ആദ്യത്തെ 2 പേര് ആൺകുട്ടികൾ, മൂന്നാമത്തത് പെൺകുട്ടി. ഇങ്ങനെയല്ലാതെ എങ്ങനെ വരാം? നമുക്ക് അടുത്ത കേസ് എന്തായിരിക്കും? ആദ്യത്തത് ആൺകുട്ടി, രണ്ടാമത്തത് പെൺകുട്ടി, മൂന്നാമത്തത് ആൺകുട്ടി എന്ന രീതിയിൽ എഴുതാം. അവിടെ എഴുതുന്ന സമയത്ത് ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചൈൽഡ്. രണ്ടാമത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? പി ഓഫ് ഫസ്റ്റത്തത് ആൺകുട്ടി, രണ്ടാമത്തത് പെൺകുട്ടി, മൂന്നാമത്തത് ആൺകുട്ടി. ഇങ്ങനെയല്ലാതെ അടുത്ത ഏതാണ്? ആദ്യത്തത് പെൺകുട്ടി, അടുത്തത് 2 ആൺകുട്ടികൾ. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ നമുക്കത് ഇവിടെ സമയത്ത് 1/2 into 1/2 into 1/2 പ്ലസ് അടുത്തതോ 1/2 into 1/2 into 1/2 പ്ലസ് 1/2 into 1/2 into 1/2 ദാറ്റ്സ് ഈക്വൽ ടു 3/8 എന്ന് കിട്ടും അല്ലേ? അപ്പൊ 2 ആൺകുട്ടി എന്ന് പറഞ്ഞ എത്ര വരും? നമുക്ക് 3/8 വരും. ഇതുപോലെ അടുത്തെന്ത് പറയാം? 2 പെൺകുട്ടികൾ എന്നാണ്. 2 പെൺകുട്ടികൾ. അവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ സമയത്ത് പി ഓഫ് ആദ്യത്തെ 2 പേരും പെൺകുട്ടികൾ, മൂന്നാമത്തെ ആൺകുട്ടി. അതുപോലെ അടുത്തെന്താ? ആദ്യത്തത് പെൺകുട്ടി, രണ്ടാമത്തത് ആൺകുട്ടി, മൂന്നാമത്തത് വീണ്ടും പെൺകുട്ടി വരാം. അല്ലെങ്കിലോ ആദ്യത്തത് ആൺകുട്ടി വരാം, അടുത്ത 2 പേരും പെൺകുട്ടികൾ അല്ലേ? ഇതിൽ ആൺകുട്ടിയെ കിട്ടാനുള്ള പെൺകുട്ടി വരുന്ന സമയത്ത് 1/2 into 1/2 into 1/2 എന്ന് വരും. അതിനുള്ള സാധ്യത ഇവിടെ പറയുമ്പോഴോ 1/2 into 1/2 into 1/2 പ്ലസ് 1/2 into 1/2 into 1/2. ഇത് ചെയ്താലും കിട്ടുന്ന ആൻസർ എത്രയാണ്? 3/8. കണ്ടോ? അടുത്ത എന്താണ്? 3 പെൺകുട്ടികൾ, 3 പെൺകുട്ടികൾ എന്നാക്കിയാലോ? പി ഓഫ് ജി 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 എന്ന് വരും അല്ലെ? ഗേൾ ഗേൾ ഗേൾ, 3 ഗേളായിട്ട്. അപ്പൊ അവിടെ എങ്ങനെ എഴുതാം നമുക്ക്? 1/2 into 1/2 into 1/2. So that's equal to 1/8. അപ്പൊ ഈ കിട്ടിയ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടേബിൾ ഫോമിൽ എഴുതിയാല് ആൺകുട്ടികളുടെ എണ്ണം
ആൺകുട്ടികളുടെ എണ്ണം. പൂജ്യം വരും. അതായത് 3 പെൺകുട്ടികളാവുന്ന കേസാണ് നമ്മൾ 0 എന്ന് കൊടുക്കുന്നത്. ഒരു ആൺകുട്ടി വരുന്നൊരു കേസ് ഉണ്ടായിരിക്കും, 2 ആൺകുട്ടികൾ വരുന്നൊരു കേസ് ഉണ്ടായിരിക്കും, 3 ആൺകുട്ടികൾ വരുന്ന കേസ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ പി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് എങ്ങനെ എഴുതാം? 3 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ 1/8 ആണ്. ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 3/8 ആ കിട്ടിയിരുന്നത്. 2 ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 3/8, 3 ആൺകുട്ടികൾ 1/8 അല്ലെ? കൂട്ടി നോക്കൂ, 1 3 4, 4 3 7, 7 1 8. അപ്പൊ 8/8 ആരാണ്? 1 ആണ്. അതുപോലെ എല്ലാ വിലകളും പോസിറ്റീവ് ആണ്. അപ്പൊ പി എം എഫിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചിരിക്കണം. സഞ്ചിത വിതരണ ഏകത്വം, ദാറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണിത്. ചെയ്യേണ്ട രീതി ഓർത്ത് വെക്കുക. ചോദ്യമായിരുന്നു എന്താണ്? 3 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ സംഭവ്യതാ വിതരണം. അപ്പൊ നമ്മൾ ഈ സംഭവ്യത വിതരണം ഏതാണ്? ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം വേണ്ടെന്ന് വെച്ചാൽ 3 കുട്ടികളാക്കി നമുക്ക് അവിടെ എടുക്കാം. അങ്ങനെ 3 കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് 3 തരത്തിൽ, അതായത് 3 അല്ല 4 തരത്തിൽ അവിടെ ഉണ്ടായിരിക്കും. അതായത് 3 ആൺകുട്ടികൾ വരാം, 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും വരാം, 1 ആൺകുട്ടിയും 2 പെൺകുട്ടിയും വരാം, അതുപോലെ 3 പെൺകുട്ടികൾ വരാം. റെഡി? ഇപ്പൊ നമ്മൾ ഏത് സമയം ശ്രദ്ധിക്കണമായിരുന്നു വെച്ചിരിക്കുകയാണെങ്കിൽ, ഒരു കുട്ടി അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവാന്ന് പറയുന്ന സമയത്ത് അവിടെ 2 ഔട്ട്കംസ് ഉണ്ടായിരിക്കും. ഒന്ന് ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്ന്. അപ്പൊ അവിടെ എത്രയാണ് ഔട്ട്കം? ആകെ ഔട്ട്കംസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 ആണ്. അതിൽ ആൺകുട്ടിയാണ് കിട്ടുന്ന സാധ്യത എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞായിരിക്കും അവിടെ 1/2 ആയിരിക്കും. റെഡി? അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെടുത്തിയ 3 ആൺകുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് പി ഓഫ് ബി എന്ന് പറയുന്ന സമയത്ത് ഓരോന്നും, അതായത് ഈ കിട്ടാനുള്ള ഓരോന്നും കിട്ടാനുള്ള സാധ്യതയാണ് എന്ത്? 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. ലൈക്ക് ഫ്രാക്ഷൻ ഏതായിക്കോട്ടെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 1, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 8. റെഡി? രണ്ടാമത്തെ കേസ് 2 ആൺകുട്ടി എന്നാണ് നമ്മൾ പറയണ്ടായിരുന്നത്. 2 ആൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് അത് പലതരത്തിൽ, ആ 3 പേരാണ് എങ്കിൽ അത് പല ഓർഡറിൽ വരും. ആ 3 ഓർഡർ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. റെഡി? അപ്പോ ആദ്യത്തെ 2 പേര് ആൺകുട്ടികളാകാം. ആദ്യത്തെ കുട്ടി ആൺകുട്ടിയും അടുത്ത കുട്ടി പെൺകുട്ടി, മൂന്നാമത്തെ കുട്ടി ആൺകുട്ടി, അങ്ങനെ വരാം. അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടി, ഇങ്ങനെ 3 വ്യത്യസ്ത തരത്തിൽ വരാമാണ് കുട്ടികൾ. അപ്പൊ ആ 3 കേസും നമ്മൾ പരിഗണിച്ചിരിക്കണം. ഇത് ഒരു ആൺകുട്ടി വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. ആദ്യത്തെ 2 പേരും പെൺകുട്ടികളാകാം, മൂന്നാമത്തെ ആൺകുട്ടി വരാം. മൂന്നാമത്തെയും കുട്ടി പെൺകുട്ടിയാകാം, രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാകാം. അടുത്തതോ ഒന്നാമത്തെ കുട്ടി ആൺകുട്ടിയും മറ്റു 2 പേരും പെൺകുട്ടികളാകും. അപ്പൊ ഈ 3 കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം, എന്നാലേ ഉത്തരം ശരിയാവും. അല്ലെങ്കിൽ എല്ലാം 1/8 ആയിട്ട് മാറും. അത് ശ്രദ്ധിക്കാം.